ജമ്മു കാശ്മീരിൽ 3 ഭീകരരെ വധിച്ച സുരക്ഷാ സേന. അവന്തിപ്പോറയിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഭീകരനും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീരിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത സൈനികരെ കാണും. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രിയെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തം. പ്രതിപക്ഷ ആവശ്യത്തിൽ ബിജെപിക്ക് മൗനം. കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ വിജയ് ഷാ സുപ്രീം കോടതി. കോസ്മെറ്റിക് സർജറിക്ക് വിധേയയായ യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പോലീസ്. ക്ലീൻ ചിറ്റ് നൽകിയ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് അംഗീകരിക്കില്ല. തുടർ നടപടിക്ക് നിയമോപദേശം തേടാനും തീരുമാനം. മലപ്പുറം കാളികാവ് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നു. മരിച്ചത് കല്ലാമൂല സ്വദേശി ഗഫൂർ. ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. പ്രതിഷേധിച്ച പ്രദേശവാസികൾ. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻ ബേലിൻ ദാസ് ഒളിവിൽ തന്നെ. 2 ദിവസമായിട്ടും കൈമലർത്തി പോലീസ്. പ്രതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ്. ബാർ അസോസിയേഷനെതിരെ അഡ്വക്കേറ്റ് ഷാമിലിയുടെ കുടുംബം. കൊച്ചിയിലുണ്ടായത് വാഹനാപകടമല്ല, കൊലപാതകം തന്നെ. മരിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാരൻ ഐവിൻ ജിജോയെ CSF ഉദ്യോഗസ്ഥൻ ബോധപൂർവം വാഹനമിടിച്ചു കൊന്നുവെന്ന് പോലീസ്. CPM തപാൽ വോട്ട് തിരുത്തി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ജി സുധാകരൻ. ആ ഇലക്ഷൻ പോസ്റ്റർ നമ്മൾ വിചാരിച്ച ഒരുപാട് പോസ്റ്റർ വന്നിട്ടുണ്ട് സാർ. അപ്പൊ എല്ലാം ഞങ്ങൾ പൊട്ടിക്കാൻ നമ്മൾ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. കൃത്യം നടത്തിയ 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്ന് സുധാകരൻ.